ചാടിപ്പോയെന്നു? എപ്പോ? ഞാനിതാ വരുന്നു. അവൻ പോയി സാർ, പോയി പോയി. നിങ്ങൾക്ക് ഇവിടെ എന്തെടുക്കായിരുന്നു? കിടന്നുറങ്ങിയായിരുന്നു സാർ. ഞങ്ങൾ ഉറങ്ങിയിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു സാർ. ഇത് ഉറങ്ങിയതുമില്ല, അവൻ ചാടിപ്പോവുകയും ചെയ്തു. അവൻ എന്നെ പഴിയായി കാണിച്ചത്. ചാടിപ്പോയതിന്റെ അനക്കമൊന്നും തരില്ല സാർ. ഷടാപ്പ്. മണിയടി ചായ കൊട്ടിയിട്ടല്ലേ സ്റ്റേഷനിൽ നിന്ന് പുള്ളികൾ ചാടിപ്പോകുന്നത്? നോൺസെൻസ്. വെറുതെ അല്ലടോ തനിക്ക് പോത്തച്ചെന്ന് പേര് വെച്ചത്. താനൊക്കെ വെറും പോത്ത. ശരിയാ സാറേ, ഭാര്യ ഇത് പറയാറുണ്ട്. കൈ കിട്ടിയതാ. അവനെ വെച്ച് ആ ഷുക്കൂറിനെ കസ്റ്റഡിയിൽ എടുക്കാമെന്ന് വിചാരിച്ചതാ. എല്ലാം നശിച്ചു. ഇനി എസ് പി അദ്ദേഹത്തോട് ഞാനെന്ത് സമാനം പറയും? ഇത്രയും വലിയ തീഹാർ ജയിലിൽ നിന്ന് ശോഭാരായി ചാടിപ്പോയപ്പോഴോ ലോകപ്പ് ആവുമ്പോ ചാടും, തിരിച്ചു വരും. ഇതൊക്കെ DSP അദ്ദേഹത്തിന് അറിയാം സാറേ. മിണ്ടായിരടോ. സാർ, ഞാനാണ് ജയദേവൻ, സ്റ്റേഷനിൽ നിന്ന്. ഇന്ന് രാവിലെ കസ്റ്റഡിയിലെടുത്ത ക്രിസ്റ്റഫർ സെല്ലിന് ചാടിപ്പോയി. ഓഹോ, ഇൻസ്പെക്ടർ ജയദേവൻ. ചെറുപ്പത്തിന്റെ ചൂടുള്ള രക്തം സിരകളിലൂടെ ഒഴുകുന്നതിന്റെ ആവേശമോ? ഷുക്കൂറിനെ അവൻ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അവനെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ആപത്താണ് ഷുക്കൂർ. വാട്ട് യു മീൻ ക്രിസ്റ്റഫർ? അവൻ നമ്മുടെ മുന്നിൽ ഒരു പുഴു മാത്രമല്ലേ? ആ നിൽക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ കളിക്കുന്ന മോളുണ്ട്. അവൾക്ക് വലിയ ഗമയാ. അവളൊന്ന് കാണണം. ഞാൻ ഡാഡിയുടെ ഒപ്പം പോലീസ് ജീപ്പിൽ ചെന്നിറങ്ങുന്നത്. നീ കൊള്ളാമല്ലോടി മോളെ. ഡാഡി, ഇൻസ്പെക്ടർ അത്രയും വെയിറ്റ് ഉണ്ടോ ഈ കളക്ടർക്ക്? പിന്നെ വെയിറ്റ് മോളുടെ ഡാഡിക്കായിരിക്കും. പക്ഷേ കളക്ടർക്കാ മോളെ പവർ. ഏതായാലും നിന്റെ വെയിറ്റിന് കുറവ് വരണ്ട. ഡാഡി, അതാണ് കളക്ടറുടെ മോള്. ശരി ശരി, മോളിറങ്ങിക്കും. ഡാഡി, ഡാഡിയും മമ്മിയും കൂടി ക്ലാസ് വിടുന്നതിന് മുമ്പ് വരണം. എന്നിട്ട് വേണം ബീച്ചിൽ പോവാൻ. ഓക്കേ? He's my daddy. Inspector. Understand? വലിയ പവർ കാണിച്ചാലേ അകത്ത് കിടക്കേണ്ടി വരും. Come on. ആരാണെന്നാ ചോദിച്ചത്? ചേട്ടൻ മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് വീരഭദ്രന്റെ പരാക്രമങ്ങൾ എങ്ങനെയുണ്ട്? കർണക്കുറ്റിക്കിട്ട് 2 അടി കിട്ടിയാലേ ചേട്ടന്റെ ഈ പരാക്രമങ്ങളൊക്കെ മാറും. ആർക്കും എളുപ്പത്തിൽ കൈവയ്ക്കാവുന്ന ശരീരശാസ്ത്രത്തിലെ ഏറ്റവും മൃദുലമായ ഭാഗമാണ് കരണം. അതായത് കവിൾത്തടം. നല്ല നിലയിൽ കഴിയുന്ന കുടുംബങ്ങളിൽ എങ്ങനെ കവർച്ച നടക്കുന്നു, എങ്ങനെ കൊലപാതകങ്ങൾ നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു ഉഗ്രൻ നോവൽ എഴുതാൻ പോകുകയാണ് ഈ വീരഭദ്രൻ. അതിനുള്ള പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കാൻ ഇപ്പോൾ ഞാൻ. അതിന്റെ ട്രയലായത്. നീ ഏതായാലും ബുദ്ധിവഴി തന്നെ. കോളിംഗ് ബിൽ അടിച്ചിട്ടും ആളെ കാണാതെ വാതിൽ തുറന്നില്ലല്ലോ. യു ആർ ദി ബ്രൈഡ്. ചേട്ടന്റെ ഈ വട്ട് ഇപ്പോഴും മാറിയില്ല. വട്ടോ? ഇത് വട്ടല്ല, ഒരുതരം വെട്ടാണ്. തൂലിയ കൊണ്ടുള്ള വെട്ട്. നിനക്കറിയാമോ ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഡിറ്റക്റ്റീവ് നോവലിന്റെ പേരെന്താണെന്ന്? എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം. മലയാളത്തിലെ ഡിറ്റക്റ്റീവ് നോവൽ ശാഖയിൽ ഒരു ഇത്തിക്കണ്ണി കൂടി, സോറി,
ഒരു മുതൽക്കൂട്ടാണ് എന്റെ നോവൽ. എന്നെയും കൊല്ലും, ഞാനും ചാകും. നിന്നെ കുറച്ച് കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവരൂ. വല്ലാത്ത ചൂട്. വീട്ടിൽ അമ്മാവനും അമ്മാവിക്കും സുഖമാണോ? ഐ ഡോണ്ട് കെയർ. ഫാദേഴ്സിനെ കുറിച്ചും മദേഴ്സിനെ കുറിച്ചും ഞാൻ ചിന്തിക്കാറില്ല. അതെല്ലാം വെറും മിഥ്യയാണ്, മിഥ്യ. ഞാൻ എഴുതുവാനുള്ള ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് അന്വേഷിച്ചു വന്നതാണ്. ഇവിടെ കൊള്ളാം, ഇവിടെ ക്വയറ്റ് ആൻഡ് കാം ആണ്. ഞാനിവിടെ ഒരു സൃഷ്ടി നടത്താൻ പോവുകയാണ്. ഞാനിവിടുത്തെ മുറികളുടെ ഒരു റിസർച്ച് നടത്തിയിട്ട് വരാം. ഓക്കെ, യു പ്ലീസ് റൈറ്റ്. ഓക്കെ. എന്നാലും എന്റെ പിള്ളേരെ, നിങ്ങളെപ്പോലെ സുന്ദരികളായ ചെറുപ്പക്കാരുടെ ലൈഫ് ഇവിടെ കിടന്ന് ഇങ്ങനെ സ്പോയിലായി പോകുന്നല്ലോ. എനിക്കത് ഓർക്കുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല. ഐ ആം റിയലി ഫീലിംഗ് ഇറ്റ്. റിയലി, ഐ എം നോട്ട് ജോക്കിംഗ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ആ, വെരി ഗുഡ്. എനിക്കത് അപ്പോഴേ തോന്നി. ശശി, ജോഷി, സാജൻ, ഭരതൻ, പ്രിയൻ ഒക്കെ നമ്മുടെ പയ്യന്മാരല്ലേ. ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഒന്ന് പറയണം സാർ, ഞങ്ങൾ രക്ഷപ്പെട്ടോട്ടെ. ഞാൻ ഏറ്റുകുട്ടികളെ, ഇങ്ങനെ ഒരു ചെറിയ സഹായമെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാനൊരു മഹാനാണെന്ന് പറയുന്നതിൽ എന്താർത്ഥം, അല്ലെ? ഓ, നീ തീരാമുനിയും തന്നെ. നിന്നെ ഞാൻ വിളിക്കുന്നു. എന്നെ കാണേണ്ടവർ ഇങ്ങോട്ട് വരണം. ഞാൻ ആരെയും അങ്ങോട്ട് പോയി കാണാറില്ല. നീ ഇങ്ങനെ പറയൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. ആ, മക്കളെല്ലാം ചെല്ല്. എല്ലാത്തിനും ഞാൻ സിനിമയിൽ അഭിനയിപ്പിക്കാം. മീനാക്ഷി, ശേഷാദ്രി, മന്ദാകിനി, ഇന്ദാകിനി എല്ലാം ചെല്ല്. ചെല്ല്. ആ, എനിക്ക് നിന്നെ കൊണ്ട് ഒരു ചെറിയ ജോലിയുണ്ട്. എന്ത് ജോലിയാ? നിനക്കറിയാവുന്ന ജോലി തന്നെ. ഇന്ന് രാത്രി ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും കുറച്ച് പണം എടുക്കണം. അതിനുള്ള എല്ലാ പരിപാടികളും ഞാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്ലാനും പരിപാടിയൊന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ പ്രതിഫലത്തിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. പ്രതിഫലം 50-50. പ്രതിയുടെ മേലുള്ള കുറ്റകൃത്യങ്ങൾ പ്രോസിക്യൂഷൻ നിരവാധികം തെളിയിച്ചിരിക്കുന്നതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 393 വകുപ്പ് പ്രകാരം പ്രതിയെ 8 വർഷം കഠിന തടവിന് ശിക്ഷിച്ചിരിക്കുന്നു. 8 വർഷം? ചേട്ടൻ ഊണും ഉറക്കം ഉപേക്ഷിച്ച് ആർക്കു വേണ്ടി എങ്ങനെ കഷ്ടപ്പെടുന്നത്? നിനക്ക് വേണ്ടി. എനിക്ക് വേണ്ടി ചേട്ടൻ ഇങ്ങനെ കഷ്ടപ്പെടുകയൊന്നും വേണ്ട. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ 4-5 ദിവസം കഴിഞ്ഞ വരുന്നത്. ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന് വിചാരം പോലും ചേട്ടനില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെ? നിന്നെ കെട്ടിച്ചയക്കാനുള്ള പണം ഉണ്ടാക്കണ്ടേ മോളെ? പിന്നെ എന്നെ കെട്ടിച്ചേക്കൊന്നും വേണ്ട. ഞാൻ ചേട്ടനെ വിട്ട് എങ്ങും പോവില്ല. ആ, അതെല്ലാ പെൺകുട്ടികളും പറയുന്നത്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ചേട്ടനും വേണ്ട, ആരും വേണ്ട. ഒന്ന് പോ ചേട്ടാ. ആ, പോവാതെ. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി. വിരോധമില്ലെങ്കിൽ ശോഭയ്ക്ക് എന്തോടെ വരാം. ആദ്യം എനിക്കെന്റെ ചേട്ടനെ ഒന്ന് കാണണം. രാജുവേട്ടന് എന്നെ ജയിലിൽ നിന്ന് കൊണ്ടുപോയി കാണിക്കാമോ? നാം തമ്മിലുള്ള അടുപ്പം ചേട്ടൻ അറിഞ്ഞുകൂടാ. ഞാൻ കൂടെ വന്നാൽ അത് കൂടുതൽ കുഴപ്പമാവും. എന്തായാലും എനിക്കെന്റെ ചേട്ടനെ ഒന്ന് കാണണം. ശോഭ മാത്രം പോയി ചേട്ടനെ കണ്ടാൽ മതി. അതിനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കാം. എന്താ പോരെ? നീ എന്തിനാ ശോഭ ഇങ്ങോട്ട് വന്നത്? ചേട്ടാ, ചേട്ടൻ ജയിലിലാണെന്ന് കരുതിയിട്ടാണ്. ചുമ്മാ കുറച്ചു ദിവസം ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കല്ലേ? താടിയൊക്കെ ഒന്ന് മിനുങ്ങുമ്പോ ഞാൻ അങ്ങോട്ട് വരില്ലേ? അതിന് നീ ഇങ്ങനെ കരഞ്ഞാലോ? നീ കൂടെ വേണേ ചേട്ടൻ്റെ കൂടെ 2 ദിവസം ഇവിടെ താമസിച്ചു. അത് കഴിഞ്ഞ് സുഖമായിട്ട് നമുക്ക് 2 കൂടെ തിരിച്ചു പോവാം. ചേട്ടന്റെ മോളല്ലേ, കരയരുത്. ചേട്ടൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. മോൾ ചെല്ല്. ആ, പിന്നെ ചേട്ടൻ വരുന്നത് വരെ നമ്മുടെ കല്യാണിയമ്മ വിളിച്ച് വീട്ടിൽ നിർത്തും. കണ്ടോ എന്തു പറഞ്ഞു? Stop. How feel to landing? Okay. Yes. Okay.
ചേട്ടൻ ഇന്നലെ എവിടെയായിരുന്നു? മിണ്ടാതെയും പറയാതെയാണോ ഒരിടത്ത് പോകുന്നത്? ഞാൻ കോട്ടയത്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ പോയിരുന്നതാണ്. ഇൻവെസ്റ്റിഗേഷനോ? ആ, ഇന്നലെ കോട്ടയത്ത് മാർപ്പാപ്പയെ കാണാൻ പോയിരുന്നു. ക്രൗഡ്. ഓ, എന്തൊരു തിരക്കായിരുന്നു. ഹോട്ടലിൽ ഒറ്റ റൂം കിട്ടാനില്ല. വിഷമിച്ചു പോയി. പിന്നെ എവിടെ കിടന്നു? എനിക്കാണോ കിടക്കാൻ സ്ഥലം കിട്ടാത്തത്? ഞാൻ മലയാള മനോരമയിൽ കിടന്നു. മനോരമയിലോ? യാ, മനോരമയിൽ നിനക്ക് ആരാ ഉള്ളത്? ആളിയൻ എന്നെ കുറിച്ച് എന്താണ് ധരിച്ചിരിക്കുന്നത്? ഇങ്ങോട്ട് നോക്കിയേ. 4 മലയാള മനോരമ പത്രം വാങ്ങി ബസ് സ്റ്റാൻഡിൽ വിരിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി ഞാൻ.